അപ്പോഴേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ മത്തി എടുത്തിട്ടുണ്ട്. മത്തി നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുക്കാമേ. ഇനി നമുക്ക് ചട്ടിയിലോട്ട് കുറച്ച് അരപ്പൊഴിച്ച് കൊടുക്കണം. അരപ്പിനെ ഞാൻ ചേർത്തിരിക്കുന്നത് തേങ്ങയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു പെരിഞ്ചീരകവും വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി നമുക്ക് അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളമാണ്. കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത ശേഷം വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഈ പുളിയും വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് കണക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് ചേർക്കുക. കട്ടിയായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ, കറിക്ക് കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചൊഴിക്കുക. ലൂസായിട്ടാണെങ്കിൽ വെള്ളം കൂട്ടിയും ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഇഞ്ചി വേണം. 1 കഷ്ണം ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചതച്ചിട്ട് വേണം നമുക്കിതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പച്ചമുളക് ഇത് കണക്ക് ഒടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നെടുകെ കീറി ഇടരുത്. ഇത് കണക്ക് ഒടിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, വീഡിയോയിൽ കാണുന്നത് പോലെ. എങ്കിലാണ് നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പുളിക്ക് കയ്പ്പ് രസം ഉണ്ടെങ്കിൽ പുളിയുടെ വെള്ളം ചേർക്കേണ്ട. കഴിവതും കയ്പ്പ് രസം ഇല്ലാത്ത പുളി തന്നെ ഈ ഒരു കറിക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇനി പുളിയുടെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുളി നല്ലതുപോലെ കുതിർത്തതിന് ശേഷം പുളി മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് തിളപ്പിച്ച് വെക്കാം. തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ നല്ല അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.